ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവദിന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ദൈവം മനുഷ്യനോട് ചോദിക്കുന്നു, നീ എവിടെയാകുന്നു? സ്നേഹവാനും നീതിമാനുമായ ദൈവം ആരംഭത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ആദിയിൽ എന്ന് നാം പറയുമ്പോൾ അതൊരു പക്ഷേ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലയളവായിരിക്കാം. ആ ആരംഭത്തിൽ ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായി തീർന്നു. അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. ആ ഭൂമിയെ ദൈവം മനുഷ്യർക്ക് പാർക്കുന്നതിനായിട്ട് ശുദ്ധീകരിച്ചു, അല്ലെങ്കിൽ ഒന്ന് പുനഃക്രമീകരിച്ചു എന്ന് പറയാം. ഈ ഭൂമിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുന്നമേ തന്നെ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്തു. ആവശ്യമായ ജലാശയങ്ങൾ, ആവശ്യമായ സസ്യലതാദികൾ, അങ്ങനെ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്തതിന് ശേഷമാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് പാർപ്പിനായി ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് മറ്റ് ജീവജാലങ്ങളെക്കാൾ അധികം മാന്യത ദൈവം നൽകി. ദൈവം അവരെ ഏറ്റവും അധികം സ്നേഹിച്ചുവെന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ ദൈവം ചില കൽപ്പനകൾ, ചില കാര്യങ്ങൾ അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞ് ആണ് ആ ഏദൻ തോട്ടത്തിലാക്കുന്നത്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ആ കൽപ്പനകളെ നിരസിച്ച് ദൈവിക പദ്ധതിയിൽ നിന്ന് അവർ പിന്മാറിപ്പോയപ്പോൾ, അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തപ്പോൾ, അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ദൈവ തേജസ് അവർ നഷ്ടപ്പെട്ടു. ആ ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ തങ്ങൾ കുറ്റക്കാരാണ്, തങ്ങളിൽ കുറ്റമുണ്ട്, കുറവുണ്ട്, തങ്ങളുടെ അപാകതകൾ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി. അങ്ങനെ വന്നപ്പോൾ തങ്ങളോട് അതുവരെ സംസർഗം പുലർത്തിയുന്ന ദൈവത്തിൽ നിന്ന് അവർ മാറി ഓടി ഒളിക്കുവാനിടയായിത്തീർന്നു. അവർ ചെയ്ത തെറ്റുകളെ മറച്ചു വെക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഓടി ഒളിച്ച് അവരെ ഈ ഭൂമിയിലെ ചില കാര്യങ്ങൾ കൊണ്ട് അവരുടെ നഗ്നതകളെ മറയ്ക്കുവാൻ, അവരുടെ അപാകതകളെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ താൽക്കാലികമായി അതിൽ അവർക്ക് താൽക്കാലികമായിട്ട് അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞുവെങ്കിലും വെയിൽ വന്നപ്പോൾ ആ ഇല കൊണ്ട് മറച്ച ആ മറവുകളൊക്കെ മാറി. എന്നാൽ വെയിലാറിയപ്പോൾ ദൈവം വന്ന് മനുഷ്യനോട് ചോദിക്കുവാണ്, മനുഷ്യ നീ എവിടെയാണ്? ഞാൻ നിന്നോട് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടി കൂടിയാണ് ദൈവം മനുഷ്യനെ ഭൂമി സൃഷ്ടിച്ചത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മനുഷ്യൻ മാറി ഓടി ഒളിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ അടുത്തേക്ക് ദൈവം വന്നിട്ട് ചോദിക്കുവാണ്, നീ എവിടെയാണ്? ഇന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വളരെ ഓടി മാറിപ്പോ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ദൈവമില്ല എന്നും, അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുമെന്നുമൊക്കെ ചിന്തിച്ച് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൃത്രിമമായി മനുഷ്യനെ സൃഷ്ടിക്കുവാനും, ആണ് പെണ്ണാകുവാനും പെണ്ണ് ആണാകുവാനും, അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുവാനും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുവാനൊക്കെ ശ്രമിച്ചുകൊണ്ട് ദൈവികമായ ചില കൽപ്പനകളെയും പദ്ധതികളെയൊക്കെ മാറ്റിക്കൊണ്ട് ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ നമുക്കിന്ന് കാണുവാൻ കഴിയും. ആരംഭകാലങ്ങളിൽ അന്ന് ആദത്തിനോട് ദൈവം ചോദിച്ച അതേ വാക്ക് തന്നെ ഇപ്പോഴും മനുഷ്യനോട് ദൈവം ചോദിക്കുവാണ്, മനുഷ്യ നീ എവിടെയാണ്? ഈ ദൈവത്തിൻ്റെ വലിയ സന്തോഷവും ദൈവികമായ സമാധാനവും ഒക്കെ വിട്ട് നീ ദൂരെ മാറിപ്പോയിരിക്കുന്ന എവിടെയാണ് എന്ന് മനുഷ്യനോട് ദൈവം ചോദിക്കുകയാണ്. ഇന്ന് നാം ഏറ്റവും അധികം ആധുനികമായ ഒരു യുഗത്തിലാണ് താമസിക്കുന്നത്. ഇന്ന് ടെക്നോളജികൾ വർദ്ധിച്ചു, ആധുനിക ജീവിത സംവിധാനങ്ങൾ ഉണ്ടായി. നമ്മൾ സാംസ്കാരികമായും ടെക്നോളജി പരമായൊക്കെ വളരെ ഔന്നത്യങ്ങളിലെത്തി. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലെ അവരെ നിരാശപ്പെടുത്തുന്ന ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. അപ്പോൾ നിരാശകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത അസമാധാനം അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവർ ജീവിതത്തിൽ നിന്ന് തന്നെ ചിലരൊക്കെ ഓടി ഒളിക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ മനുഷ്യൻ ചിന്തിക്കുന്നത് സമ്പത്ത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യൻ സമ്പത്ത് വർദ്ധിക്കുമ്പോഴും അവർക്ക് അസമാധാനവും നിരാശയും അവരുടെ ജീവിതത്തിൽ വന്നിട്ട്
അവർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെടുവാനായിട്ട് ശ്രമിക്കുകയും അവരുടെ ജീവിതത്തെ ഓടി ഒളിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് മാറുവാൻ ഒക്കെ ശ്രമിക്കുന്ന ഒരു പറ്റം മനുഷ്യരെ നമുക്ക് ഇന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ടോ സമ്പത്ത് വർദ്ധിച്ചതുകൊണ്ടോ സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചതുകൊണ്ടോ ഒന്നും മനുഷ്യൻ്റെ ഉള്ളിലുള്ള അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ ദൈവം മനുഷ്യനോട് ചോദിക്കുവാണ്, മനുഷ്യ നീ എവിടെയാണ്? ആദമിൻ്റെയും ഹവ്വയുടെയും കാലത്തിന് ശേഷം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാമത്തെ അധ്യായം മുതൽ ഉള്ള അധ്യായങ്ങളിൽ നോഹയുടെ കാലത്ത് ജനം പെരുകി തുടങ്ങിയെന്നും ഭൂമിയിലൊക്കെയും അതിക്രമങ്ങളും മ്ലേച്ഛമായ അവസ്ഥകളും ഒക്കെ വന്നു തുടങ്ങിയുവെന്നും ദൈവം മനസ്സിലാക്കുമ്പോൾ, ആദമിൻ്റെയും ഹവ്വയുടെയും കാലത്ത് ഒരു വ്യക്തിയാണ് തെറ്റ് ചെയ്തിരുന്നെങ്കിൽ നോഹയുടെ കാലത്ത് ഒരു മനുഷ്യ സമൂഹം മുഴുവൻ തന്നെ തെറ്റി ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ദൈവിക പ്രവർത്തികൾക്ക് വിരുദ്ധമായി തീരുകയും ചെയ്തപ്പോൾ, ഭൂമി വഷളത്വം കൊണ്ട് നിറഞ്ഞപ്പോൾ ഭൂമിയെ ശുദ്ധീകരിക്കാൻ ദൈവം പിന്നെയും ആഗ്രഹിച്ചിട്ട് അവിടെ ഒരു ജലപ്രളയം ഉണ്ടാകുന്നുണ്ട്. ഈ ജലപ്രളയം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും ജലപ്രളയത്തിൽ മനുഷ്യനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഭൂമി പാപം കൊണ്ട് പെരുകി അതിനെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ മനുഷ്യന് രക്ഷപ്പെടുവാനൊരു മാർഗം കൂടെ ദൈവം കൂടെ ഒരുക്കിയിരുന്നു. നോഹയോട് പറയുന്നുണ്ട്, നോഹ ആ ദേശത്തൊക്കെയും ഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ, ആർക്കെങ്കിലും രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ പട്ടകത്തിൽ കടക്കാമെന്ന് പറയുമ്പോൾ, ജനമൊക്കെയും തങ്ങളുടെ പാപങ്ങളിൽ തന്നെ മുഴുകിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ജലം പെരുകുകയും വെള്ളപ്പൊക്കമുണ്ടാകുകയും ദൈവത്തിൽ അന്ന് വിശ്വസിച്ച ദൈവത്തിൻ്റെ വാക്ക് കേട്ട നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെടുകയും ചെയ്തു. അവിടെയും ദൈവം മനുഷ്യനെ നോക്കി, നീ എവിടെയാണ്, അല്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടുവാൻ ഞാൻ മാർഗം ഒരുക്കിയല്ലോ എന്ന് ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് പല കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ യേശുക്രിസ്തു രക്ഷകനായി ഈ ഭൂമിയിൽ അവതരിക്കുകയും തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കുന്നതിനായി യേശുക്രിസ്തുവിലൂടെ രക്ഷപ്പെടുവാൻ ഒരു മാർഗം ദൈവം ഒരുക്കുകയും ഒക്കെ ചെയ്തു. ആ കാലഘട്ടത്തിൽ തൻ്റെ ശിഷ്യനായ പത്രോസ് വളരെ ആഗ്രഹത്തോടെ യേശുവിനെ പിൻപറ്റിയ ഒരു വ്യക്തിയാണ്. എന്നാൽ യേശു ഈ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിനായി കൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ചില നാളുകൾ പത്രോസിനോ തൻ്റെ ശിഷ്യന്മാർക്കോ ഒന്നും യേശുവിനെ കാണാതിരുന്ന സന്ദർഭത്തിൽ പത്രോസ് താൻ മുമ്പ് ചെയ്തിരുന്ന മീൻ പിടിക്കുന്ന ജോലിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. തൻ്റെ കൂടെയുള്ള മറ്റ് സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി താൻ മീൻ പിടിക്കുവാനായി പോവുകയാണ്. ഇനി യേശു തന്നോട് കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കി താൻ അകന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു ഈ പത്രോസിനെ തേടി, തൻ്റെ ആ ശിഷ്യന്മാരെ തേടി പുറകെ ആ സ്നേഹസമ്പന്നനായ യേശു പത്രോസിൻ്റെ അടുത്തേക്ക് വരുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ പറഞ്ഞ എല്ലാ അധ്യായങ്ങളുടെയും റെഫറൻസുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. ഒരു വിസ്താര ഭയത്താലാണ് എല്ലാ റെഫറൻസുകളും ഞാനിവിടെ പറയാതിരിക്കുന്നത്. അപ്പോൾ പത്രോസിൻ്റെ അടുത്തേക്ക് യേശു വന്നിട്ട് അവർക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണവുമായി യേശു വന്ന് അവരെ ആശ്വസിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമായ മീൻ പെരുപ്പത്തെ അവർക്ക് കൊടുത്ത് അത്ഭുതങ്ങളാൽ വഴി നടത്തുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെ കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളിതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനോ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാനോ കഴിയാതെ വിവിധങ്ങളായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടുന്നതാണെങ്കിൽ, സമാധാനം കണ്ടെത്താൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനോടുകൂടെ സന്തോഷിക്കുന്ന ഒരു ദൈവം നമുക്കെല്ലാവർക്കുമുണ്ട്.
ഒരുപക്ഷെ നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ ഒരുപക്ഷെ ദൈവിക സന്തോഷത്തിൽ നിന്നകന്ന് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ നിരാശയിലോ പ്രയാസത്തിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഭാരപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും വന്നുപോയ ബലഹീനതയുടെ പേരിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പത്രോസിനോട് കരുണ കാണിച്ച ദൈവം, പത്രോസിനെ തേടി വന്ന ദൈവം നിങ്ങളെയും തേടി വന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ഈ പകൽ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ഒരു അനുതാപ ഹൃദയത്തോടെ കർത്താവെ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എനിക്ക് സമാധാനം തരണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവീയ സമാധാനം കൊണ്ട് കർത്താവ് നിങ്ങളെല്ലാവരെയും നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യും. തുടർന്ന് എല്ലാ ദിവസവും ദൈവിക കൃപയിൽ നിലനിൽപ്പാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.